നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. പട്ടായ സിറ്റിയിലാണ്, അതിൻ്റെ ബീച്ചിൽ നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ വേരിയസ് ആക്ടിവിറ്റി തായ്ലൻഡ് പട്ടായയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. ഇന്ന് പാരാഗ്ലൈഡിങ്, പിന്നെ വെള്ളത്തിനടിയിലൂടെ ഓക്സിജൻ മാസ്കും വച്ചിട്ട് സ്കൂബ ഡൈവിങ്, പിന്നെ കോറൽ ഐലൻഡ് പോകും. പിന്നെ എന്തൊക്കെയാണ് കാണാനിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയാം. അങ്ങനെ അതിഗംഭീരമായ പരിപാടിയാണ്. ഓശാന ട്രാവൽസിന്റെ നേതൃത്വത്തിൽ പിറവത്ത് നിന്ന് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഗംഭീരമായി പരിപാടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ ആദിലാണ്. നമ്മുടെ ഓശാനയുടെ മോലാളി തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അതിനു പുറമെ നമ്മുടെ വളരെ മിടുക്കിയായിട്ടുള്ള ഗൈഡ് ആനയും മാഡം ഉണ്ട്. പിന്നെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടോ, കയ്യിൽ കെട്ടിയിരിക്കുന്നത് ഇതാണ്, രാഖി കെട്ടിയിരിക്കുന്നു. പക്ഷെ അല്ല, ഇത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രം. ഓക്കെ, ബൈ, ഐഡന്റിഫിക്കേഷൻ ഫോർ. താങ്ക് യു. ബാക്കി പിന്നെ പറയാം. സുഹൃത്തുക്കളെ, പട്ടായ പാരാഗ്ലൈഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സഹായിക്കാൻ നമ്മളെ ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അതാ ഒരാൾ വന്നിറങ്ങി. പാരാഗ്ലൈഡിംഗ് ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. പാരച്യൂട്ടിന്റെ സഹായത്താൽ ഉയരുന്നു. കണ്ടോ, അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. 100 ബാത്ത് മാത്രം, വലിയ തുകയില്ല, തുച്ഛമായ 100 ബാത്ത് മാത്രം. 100 എന്ന് വെച്ചാൽ 100 × 2.5 ഇന്ത്യൻ റുപ്പി, 250 ഇന്ത്യൻ റുപ്പീസ്. ചീപ്പ് റേറ്റ് ടൂറിസം ആക്ടിവിറ്റി പട്ടായ. ധൈര്യമുള്ളവർക്ക് വരാം, ധൈര്യമില്ലാത്തവർക്കും വരാം. ഒന്നും സംഭവിക്കാനില്ല. ആണ്ടോ, അൽഫോണി ചേച്ചിയാണ് പോകുന്നത്. നമ്മുടെ പിറവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ധൈര്യമായിട്ട് പോകുന്നു, ഒന്നും പേടിക്കാനില്ല. പോയി ഉയർന്നു കഴിഞ്ഞു, അപ്പോഴേക്ക് ഉയർന്നു, ആകാശത്തേക്ക് ഉയർന്നു. ഇത് തന്നെ. കൈ ഒന്ന് വിടർത്ത് കാണുന്നുണ്ടെങ്കിൽ ഫ്ലൈ ചെയ്യും പോലെ ഇരിക്കും. അത് തന്നെ. ഒരു പ്രശ്നമില്ല. കൈയിന്റെ ബലത്തിലൊന്നും അല്ല അത് തൂങ്ങി. ഇതിൽ പിന്നെ കൈയിന്റെ ബലത്തിലൊന്നും അല്ല, അല്ലാതെ അത് കിടക്കും. ഓക്കെ ബായ്. അതാ ഉയർന്നു. അത്രേ ഉള്ളൂ സംഭവം. വളരെ ഓശാന ഗ്രൂപ്പിനെയാണ് വിളിക്കുന്നത്. പിറവം ഓശാന ഗ്രൂപ്പിനെയാണ് തായ്ലൻഡിലെ ഗൈഡ് വിളിച്ച് പറയുന്നത്. എത്രയും പെട്ടെന്ന് എടുക്കണമെന്നുള്ളവർ വന്ന് എടുത്തോളുക എന്നാ പറയണത്. അൽഫോണി ചേച്ചി വന്നിറങ്ങിയിരിക്കുന്നു. വളരെ സാഹസികമായി വന്നിറങ്ങിയിരിക്കുകയാണ്. സാഹസികമായി പാരാഗ്ലൈഡിംഗ് പൂർത്തിയാക്കിയ അൽഫോണി ചേച്ചിയാണ്. ഒരു വീരപരിവേഷത്തോടു കൂടി ഇനി നമുക്ക് എവറസ്റ്റ് മാത്രം കീഴടക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അതും ഓശാന മെമ്പറാണ്. വളരെ ധൈര്യത്തോടുകൂടി ആ സാഹസിക യാത്ര പൂർത്തിയാക്കി വന്നു. ആ മുഖത്തെ ചിരി കണ്ടില്ലേ, ആ സാഹസിക യാത്ര. ഇനി നമുക്ക് എവറസ്റ്റ് വേണം കീഴടക്കാൻ. ഓക്കെ ബായ്. പറഞ്ഞു. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. പട്ടായയിലെ പ്രസിദ്ധമായ ബീച്ചിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ക്ലിയർ ബീച്ച്. വളരെ ശുദ്ധവും വൃത്തിയും ഉള്ള ഒരു ബീച്ചാണ്. ഇവിടെ ബനാന റൈഡ് എന്ന് പറയുന്ന ഒരു ഐറ്റമുണ്ട്. അതിന് പുറമെ ഹൈസ്പീഡ് ബോട്ട് റേസിംഗ് ഉണ്ട്. പിന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഫീസുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട ഗൈഡ് ആനി മാഡമാണ് നിൽക്കുന്നത്. ആനി മാഡം നമ്മളെ സൽക്കരിച്ച് മാക്സിമം ഇതുപോലെ ഒരു ഗൈഡിനെ വേറെ കിട്ടില്ല. ഷീ ഈസ് എ വെരി ഗുഡ് ഗൈഡ് ആൻഡ് എ വെരി ഗുഡ് ഹോസ്റ്റ് ആൻഡ് ഷീ ഈസ് സെർവിങ് മെനി തിങ്സ്. ദാറ്റ് ഈസ് ബനാന, tapioca, several things, chicken pieces and what is the Thai name? Kimchu. She is giving. അത് എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രഗത്ഭനായ നമ്മുടെ ആൽബിൻ ചേട്ടനാണ്. ആൽബിൻ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ പിറവം ഓശാന ട്രാവൽസിൻ്റെ പ്രൊപ്പറേറ്ററാണ്.
വളരെ ഗംഭീരമായി ടൂർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആളുകളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഇത് നമ്മൾ കണ്ടുപഠിക്കണം. നമ്മുടെ നാട്ടിലും ഇത് വളരെ സ്വീകാര്യമായ ഒരു കാര്യമാണ്. ഇത്രയും നല്ല മനോഹരമായ ഒരു ബീച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ തായ് പട്ടായ സിറ്റിയെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഓക്കെ, ബൈ, താങ്ക് യു. ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കണ്ടില്ലേ, ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഫ്രണ്ട്ലിയാണ്. എന്ത് സാധനം വേണമെങ്കിലും കിട്ടും. അവിടെ നമുക്ക് ബിയർ കഴിക്കാം, സ്മാൾ കഴിക്കാം, കോക്ടെയിൽ കഴിക്കാം, ജ്യൂസസ് കഴിക്കാം, പിന്നെ കൊഞ്ച്, ഫിഷ്, ഫ്രഷ്, എല്ലാം ഫ്രഷ് സാധനങ്ങളാണ്. പിന്നെ എണ്ണ വേണ്ടാത്തവർക്കുള്ളത് ഗ്രില്ല് ചെയ്ത് തരും. അപ്പോൾ ഞാനൊരു മീനെടുത്ത് കഴിച്ചു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളങ്ങനെ ലിക്കറൊന്നും കഴിക്കാത്തതായതുകൊണ്ട് ഞാനങ്ങനെ പൊതുവെ പറയുന്നതല്ല, എങ്കിലും കഴിക്കണമെന്നുള്ളവരൊക്കെ കഴിക്കുകയും ചെയ്യാം. അതിവിടെ ഒരു വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമില്ല. കണ്ടോ, ഇതാണ് ഇതിന് പിന്നെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസാണ്. പൊല്യൂഷൻ ഇല്ല. പൊല്യൂഷൻ ഇല്ലാതെ അതങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കിങ്ങിൻ്റെ റൂളാണ്. കിങ്ങിൻ്റെ കീഴിലുള്ള ഒരു പ്രസിദ്ധനായ ഒരു രാജാവിൻ്റെ കീഴിലുള്ള രാജ്യമാണ് ഇത്. പക്ഷേ നോക്കണം, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. കിങ് ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ടൂറിസം പ്രൊമോഷന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. നമ്മൾ മലയാളികളും ഇന്ത്യൻസും ധാരാളമായി ഇവിടെ വരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഇവിടെ വിദേശികളെയും ടൂറിസ്റ്റിനെ കൊണ്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഏത് നിമിഷവും ഈ ഉച്ച സമയത്ത് പോലും ഇത്രയും വലിയ തിരക്കാണ്. എന്തുകൊണ്ടാണ് ആളുകൾ വരുന്നത്? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം പുരോഗമിക്കേണ്ടതാണ്. ഇതുപോലെ നമ്മളെക്കാളും വളരെ മോശം സാഹചര്യത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന ഒരു രാജ്യത്തെ നമ്മൾ അംഗീകരിക്കണം. മാത്രമല്ല, അവർക്ക് ഇന്ത്യക്കാർ കേരളീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ആദരവാണ്. നിങ്ങൾ കോവിഡ് സമയത്ത് നമ്മളെ സഹായിച്ചില്ലേ, ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ. യഥാർത്ഥത്തിൽ അവർ നമ്മളെക്കാളും വളരെ ഉയരത്തിൽ മഹനീയമായ ഒരു സ്ഥാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഈ പറഞ്ഞതിന് കൂടുതൽ തെളിവ് ഇവിടെ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളെ. പട്ടായ ബീച്ചാണ് ഈ കാണുന്നത്. ആ വെള്ളം എത്ര ക്ലാരിറ്റി ഉള്ളതാണ് സുഹൃത്തുക്കളെ എന്ന് നോക്കുക. എത്ര ക്ലാരിറ്റി ഉള്ള വെള്ളമാണ് എന്ന് നോക്കുക. ഇവിടെ കണ്ടില്ലേ, മദാമുമാർ സാഹിബ് മാത്രമല്ല, കേരളീയരും ഇന്ത്യൻസും ലോകത്തുള്ള നാനാഭാഗത്തുള്ള ടൂറിസ്റ്റുകളും ഇവിടെയുണ്ട്. എത്ര ക്ലിയറായിട്ട് ഇവിടെ കിടക്കുന്നു എന്ന് നോക്കുക. ഇത് വളരെ ഗംഭീരമായി അവർ പ്രിസർവ് ചെയ്യുന്നു. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഞാൻ കുളിച്ച്, പക്ഷേ എനിക്ക് ക്യാമറ കുളിച്ചുകൊണ്ട് ക്യാമറ കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ലല്ലോ. നമ്മുടെ സുഹൃത്ത് ആൽബിൻ, പ്രൊപ്പറൈറ്റർ ഗോശാന ട്രാവൽസാണ് വളരെ മനോഹരമായി ഈ ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ക്യാമറ എടുക്കാൻ പറ്റിയില്ല, മൊബൈലിൽ ചിത്രീകരിക്കുകയാണ്. എന്തെങ്കിലും ചില പോരാക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാത്തിനും ഉപരി ഈ മനോഹാരിതയ്ക്ക് ഇത് ഒരു അനുപമമാണ്. ഇതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ യൂറോപ്പിൽ പോകുന്നു, കുറേ അധികം പണം ചെലവഴിക്കുന്നു. അതിനെല്ലാം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ യൂറോപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ ചെറിയ ചെലവിൽ ബഡ്ജറ്റ് ടൂറിസം, വളരെ ചെറിയ തുക ചെലവഴിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാം. ബിയർ കഴിക്കണമെന്നവർക്ക് അത് കഴിക്കാം, കോക്ടെയിൽ കഴിക്കണമെന്നുള്ളവർക്ക് അത് കഴിക്കാം, ജ്യൂസ് കഴിക്കണമെന്നുള്ളവർക്ക് അത് കഴിക്കാം. പിന്നെ ഡൂരിയാൻ എന്ന് പറയുന്ന ഇവിടുത്തെ തനത് ഒരു ഫ്രൂട്ട്, അത് കഴിക്കണമെന്നുള്ളവർക്ക് അത് കഴിക്കാം. എത്രയെങ്കിലും സമയം വളരെ സ്വച്ഛമായ മനോഹരമായ വെള്ളത്തിൽ നാം ചെലവഴിക്കാം. ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മിക്ക അസുഖങ്ങളും മാറും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം. കാരണം പൊല്യൂഷൻ ഇല്ല, എല്ലാം വളരെ ക്ലിയറാണ്, വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു രാജഭരണമാണ് എങ്കിലും എത്ര ഗംഭീരമായി ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് എത്രത്തോളം നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. വേണമെങ്കിൽ നടത്താം എന്നേ ഉള്ളൂ. പക്ഷേ വളരെ നല്ല രീതിയിൽ നടക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച്.